എന്തെങ്കിലും നിങ്ങളടുത്ത് ഒരു അപ്രൂവൽ വാങ്ങാൻ വരുന്ന സമയത്ത് നിങ്ങൾ മറ്റേ അല്ലേ ആ ഒരു ഇവര് നമുക്കറിയാലോ നിങ്ങൾ മറ്റേ അങ്ങനെ ഒരു അത് വേറെ. ഒരിക്കലും എന്റെ ആശയം ഞാൻ ഒരിക്കലും അടുത്തേൽപ്പിക്കാൻ ഒരിക്കലും മെനക്കാറില്ല. അപ്പൊ വൈഫിനോട് ചോദിക്കും, അവരോട് ചോദിക്കും, ഓക്കെ ആ സാർ കുഴപ്പമില്ല, അത് ഇങ്ങനെ മാറ്റും, ഓക്കെ ആ സജഷൻ നമ്മൾ അംഗീകരിക്കും. അല്ലാതെ ഇതൊരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ റീൽസ് എടുക്കുക, ഷോർട്ട് ഫിലിം എടുക്കുക, എല്ലാ സംഗതിയും. പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക. ദാസേട്ടൻ കോഴിക്കോട് പെട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ചിലപ്പോ വരൂ. ശരിക്കും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വളരെ ചിന്തിക്കാതല്ല, ശരിക്കും നമ്മളിപ്പോ വളരെ ഫ്രാങ്ക് ആയിട്ട് ഇന്റർവ്യൂ ആണ്. ആദ്യം വരുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞെടുക്കും, ഇന്നത്തെ കാര്യങ്ങളോ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല, ആ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ബിഗ് ബോസ് സീസൺ 7ലേക്ക് ഞാൻ വരുന്ന എന്റെ പ്രതീക്ഷ. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാവും. സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ട് ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് റീൽസ് പോലെ സംഗതി തുടക്കത്തിൽ വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ ബിഗ് ബോസിൽ വിളിച്ചാൽ തീർച്ചയായും പോകും. ഹലോ ഗൈസ്, വെൽക്കം ടു സ്റ്റോറി സോ. ഹായ്, നമസ്കാരം. ഇന്ന് ഞങ്ങളുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് നൊസ്റ്റാൾജിക് റെസ്റ്റോറന്റ് എന്ന് പറയുന്ന 1980s ഗംഭീരമായിട്ടുള്ള റെസ്റ്റോറന്റിൽ വെറുതെ വന്നല്ല, ഞങ്ങളുടെ കൂടെ ഒരാളുണ്ട്. അതെ, ഇന്ന് അംഗീകരിച്ച ഒരു കലാകാരൻ, ഒരു മുതലാണ്, കോഴിക്കോടിന്റെ അഭിമാനമാണ്. പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മലയാള സിനിമയിലും അതേപോലെ തന്നെ വെബ് സീരീസുകളിലും റീൽസിലൊക്കെ ഇങ്ങനെ പൊളിച്ചടുക്കുന്ന ഞങ്ങളുടെ എന്താ പറയാ, ഇനി അങ്ങോട്ട് പറയാൻ വാക്കുകളില്ല. ദാസേട്ടൻ കോഴിക്കോട്, നമസ്കാരം ആൻഡ് വെൽക്കം ടു സ്റ്റോറി സോ. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നത്. നല്ല മഴയാണ്, ഗംഭീര മഴയാണ്, കേരളം മൊത്തം നല്ല മഴയാണ്. അപ്പൊ ആ മഴയെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. മഴയാണ്, മൂടി പൊതച്ച് കിടന്നുറങ്ങാൻ മെനക്കെടരുത്. നമ്മുടെ ജോലി നമുക്ക് പ്രധാനമാണ്. ഞാൻ ജോലിക്ക് പോയി, നിങ്ങൾ വിളിച്ചു ഇവിടെ വന്നു, നമുക്ക് കുറച്ച് ഫണ്ണായ കാര്യങ്ങൾ സംസാരിക്കും. തീർച്ചയായിട്ടും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ചായ പറയാം. തീർച്ചയായും. പിന്നെ 1980 വന്നാൽ പിന്നെ ചായ പറയായിരിക്കും. അബൂക്കന്റെ റെസ്റ്റോറന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. നമ്മള് എന്താ പറയാ, ഇഷ്ടമുള്ള കാര്യങ്ങള് ഇഷ്ടമുള്ള രീതിയിൽ അവതരിപ്പിച്ച ഒരാളാണ് ദാസേട്ടൻ. പിന്നീട് ഒരു മാജിക് ആയിരുന്നു, മാറ്റം. വാവ്, പറയാൻ പറ്റുന്നില്ല. അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് പറയാൻ പറ്റാത്ത മാറി. അന്നും ഇന്നും എങ്ങനെയാണ് ആ ഒരു ചേഞ്ചിനെ കാണുന്നത്? എന്റെ വീഡിയോസ് കണ്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന അമ്മമാരുണ്ടായിരുന്നു, അറിയോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടന്റെ വീഡിയോസ് എനിക്ക് കാണുന്നില്ല, എന്റെ മക്കള് ചോറ് കഴിക്കുന്നില്ല. അതിൽ എന്റെ ഡാൻസ് വീഡിയോ ഞാൻ മാത്രമല്ല, പാലാ സജിയേട്ടനുണ്ട്. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരാണ് തുടക്ക സമയത്ത്, അതായത് ഞങ്ങളെ സന്തോഷം ചെയ്യുന്ന വീഡിയോ ആണ്. മറ്റുള്ള ആൾക്കാർ അംഗീകരിക്കണം, ഞങ്ങളെ വൈറലാക്കാൻ ആഗ്രഹിച്ചല്ല ഞങ്ങൾ രണ്ട് വ്യക്തികളും തുടങ്ങിയത്. അങ്ങനെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് വന്ന എന്റർടൈൻമെന്റ് സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസാണ്. ആ വീഡിയോസ് കണ്ട് ദാസന്റെ വീഡിയോ വെക്ക് കുട്ടികൾക്ക് ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. എന്നെ പറ്റി ഞാൻ പൊക്കി പറയല്ല, ആ ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു. അന്ന് ഇയാളെന്താ കളിക്കുന്നത്, കോമാളികൾ കളിക്കണ്ടല്ലോ, എന്നാലും എന്റെ കുട്ടി ചോറ് നിന്നില്ലേ. ആ സമയം അങ്ങനെ ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല. അത് ആൾക്കാർ എൻജോയ് ചെയ്തിരുന്നു. കൊറോണ സമയമാണ് ആലോചിക്കണം. അതാണ് ഞാൻ പറയുന്നത്. 2020 തുടക്കം ഫസ്റ്റ് ടൈം ജനുവരി സമയത്താണ് പറയുന്നത്. അത് കൊറോണ സമയമായിരുന്നു. അന്ന് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ വീഡിയോസ് കാണാറുണ്ട്, സജിയുടെ വീഡിയോസും കാണാറുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട്. നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ ഒരിക്കലും ഞാൻ തിരിച്ചു മറുപടി പറയാറ്. കാരണം എന്താ, നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടില്ല അവർ അഭിപ്രായം പറയുന്നത്, അല്ലെ? അത് ഒരിക്കലും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും നെഗറ്റീവിനെ ഒരിക്കലും വിയോജിക്കാറില്ല. അതുകൊണ്ടായിരിക്കാം അന്ന് എടാതെ വിളിച്ചാൽ ഞാൻ പോടാതെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ ചിത്രം മാറി. പിന്നെ ആൾക്കാർ പറ്റില്ല. തീർച്ചയായും ഞാൻ അതിൽ എപ്പോഴും വിശ്വസിക്കുന്നു. നെഗറ്റീവ് കമന്റ് നമ്മൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് വരാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും. അതേപോലെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ കോഴിക്കോട് എന്ന് പറയുന്ന പേര് കൂടെ ചേർത്തത് ഒന്നത്, രണ്ട്
60 വയസ്സുള്ള വെല്ലിച്ചൻ വരെ ഇപ്പൊ ദാസേട്ടാന്ന് വിളിക്കേണ്ട അവസ്ഥ. അതെ. നമ്മൾ ആദ്യം ദാസേട്ട എന്ന് പറയുമ്പോ നമ്മുടെ യേശുദാസ് അതെ അതെ ഓർമ്മ വരിക. അപ്പൊ ആ പിന്നെ വേറൊരു ദാസേട്ടൻ ഉടലെടുത്തതാണ് നമ്മുടെ ഈ ദാസേട്ടൻ. സത്യം സത്യം ആ കോഴിക്കോട് എന്നുള്ള പേരും ദാസേട്ടൻ അല്ലെ, അതെന്തായിരുന്നു ആ ഒരു ടെക്നിക്ക്? ആദ്യം ഒരു കാര്യം പറയാം. എന്നാത്താൻ കേസ് കൊടുത്ത സിനിമയുടെ റിലീസിങ്ങിന് മുമ്പ് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അത്യാവശ്യം വൈറലായ വീഡിയോ. കോഴിക്കോട് മിഠായി തെരുവ് കേട്ടിട്ടുണ്ടോ? അവിടെ ചെയ്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ ശേഷം അതിന്റെ ഒരു ഫസ്റ്റ് സെക്കൻഡ് ഏറ്റവും കൂടുതൽ വീഡിയോ വൈറലായത് എന്റെ വീഡിയോ ആണ്. അപ്പൊ അവന്മാർ എന്ത് ചെയ്തു, ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വന്നു. അന്ന് അവിടുന്ന്, അതായത് മൂവി ടീം, ഇപ്പോഴല്ല പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളായി. അന്ന് സ്റ്റേജിൽ പറഞ്ഞു അടുത്തതായി ഏറ്റവും ബെസ്റ്റ് റിലീസ് ചെയ്ത ദാസേട്ടൻ കോഴിക്കോടിന് സമ്മാനം. അപ്പം പെട്ടെന്ന് ഔസഫ് ബച്ചൻ സാർ, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, പുള്ളി ദാസേട്ടനോ പുള്ളി. അപ്പം ആ ഒരു പേര് എന്നെ സംബന്ധിച്ച് ദാസേട്ടൻ കോഴിക്കോട് അത് എങ്ങനെ ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേക കാരണം വരില്ല. ശരി, നമ്മളെ പേരിലാണ് അത്യാവശ്യം ആൾക്കാർ. ഇപ്പൊ എന്റെ ശരിക്കുള്ള പേരെന്താ അറിയോ? എന്താ? അയ്യോ അറിയില്ല. ഷൺമുഖദാസ്. ഓ, അതായത് കേരളത്തിൽ ഇപ്പൊ 4-5 ആൾക്കാർ ആ പേരുണ്ടാവുള്ളൂ. ഷൺമുഖദാസ്. അപ്പൊ ഷൺമുഖദാസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ ഇത് പ്രായമുള്ള മനുഷ്യരാണ് മലയാളം. പിന്നെ അപ്പൊ ഇത് മലയാളിയാണോ അല്ലെങ്കിൽ ഒരു പ്രായം കൂടിയാണോ? അപ്പൊ എന്ത് ചെയ്ത് വെറൈറ്റിക്ക് എന്നെ പണ്ടേ ആൾക്കാര് ദാസേട്ടന്നൊക്കെയാണ് ഷൺമുഖദാസിന്റെ ദാസ് അങ്ങനെ വിളിക്കാറ്. അതുകൊണ്ട് ദാസേട്ടൻ കോഴിക്കോട് ജസ്റ്റ് ചുമ്മാ ചേർത്തു, അത്രേ ഉള്ളൂ. അതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. വെറൈറ്റി പേര്. ദൈവം സഹായിച്ചാൽ എനിക്ക് ഇത്രയും രീതിയിൽ എത്താൻ പറ്റിയ പ്രധാന കാരണം പേരാണ് അല്ലെ. പല ആളുകളും കോഴിക്കോട് എന്നുള്ള പേര് കൂടെ ചേർത്തിട്ടില്ല. പല കലാകാരന്മാരും കോഴിക്കോട് ഒരുപാട് കലാകാരന്മാരുണ്ടെങ്കിലും അല്ലെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ദാസേട്ടൻ കോഴിക്കോട് എന്ന് വളരെ തീർച്ചയായും പിന്നെ അതൊരു പ്രധാന, എനിക്കൊരു ചെറിയ റീച്ച് കിട്ടാൻ പ്രധാന കാരണം തന്നെയാണ് പേര്. ഒരു കാര്യം ആദ്യമേ തന്നെ ചോദിക്കണം, ബോഡി ബിൽഡർ ആണോ? ഞാൻ പോയിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് തിരക്ക് കാരണം ചെയ്യാൻ പറ്റും. പക്ഷെ വീട്ടില് കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത്ര സമയത്തൊക്കെ ചെയ്യാറുണ്ട്. ഒരു നമ്മള് ബോഡി അതുപോലെ മിഷൻസ് വെച്ച് ചെയ്തില്ലെങ്കിലും ഞാൻ ഡെയിലി ഒരു 10-60 പുഷപ്പ് അടിക്കാറുണ്ട് രാവിലെ. നമ്മളെ നടന്നു കഴിഞ്ഞ് വന്നാൽ അത് ശരിക്കും പുഷപ്പ് എന്ന് പറഞ്ഞാൽ വ്യായാമല്ലേ ഇങ്ങനെ വെച്ചടിക്കുന്നത്. അത് ഓൾ ബോഡിക്കും പവർ ഇടുന്ന സാധനമാണ്. ബോഡി ബ്രോ ചെയ്യണോ? അതുകൊണ്ട് പറഞ്ഞല്ല, അത് പാടില്ല. നമ്മൾ വ്യായാമം ഒരിക്കലും പ്രധാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. മാത്രമല്ല എനിക്ക് ഈ ബോഡി ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളിപ്പം ഞാൻ ഒരു ഷോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്തായിരുന്നു ഒരു അരം പ്ലസ് അരം കിന്നരോ. ആ ഷോയില് സൂര്യ ടിവിയില് പിഷാരടി ചേട്ടനൊക്കെ ഉള്ള ഒരു വന്നു സംസാരിച്ചു, ഡാൻസ് തുടങ്ങി. എൻ്റെ ഓഡിയൻസിനെയും ക്രൂ ഫുൾ പിന്നെ ഡാൻസ് ആണ്. അത്രയും എനർജി, അതൊരു സംഭവമാണ്. കാരണം ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്ത് അത്രയും ആൾക്കാരെ ഡാൻസ് ചെയ്യിപ്പിക്കണം. ആ ഒരു എനർജി കൊടുക്കണം നമ്മൾ അല്ലെ. ആ ഒരു എനർജി വേണമെങ്കിൽ ഈ ബോഡി ഇങ്ങനെ തന്നെ വേണം. എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി തരണമെങ്കിൽ ആദ്യം ചെയ്യണം നമ്മൾ മൈൻഡ് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഏത് ഇതിൽ പോകാനും മൈൻഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം. അതെ നമ്മളിപ്പോ നമുക്ക് എന്ത് പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്ത് എന്തായാലും പറയാ എക്സോ അത് പിടിച്ചു കഴിഞ്ഞ് നമ്മൾ മൈൻഡ് പോസിറ്റീവ് ആക്കി നമുക്ക് ഏത് കാര്യം തരണം ചെയ്യാൻ പറ്റുന്ന വിശ്വാസമുള്ള ആളാണ് ഞാൻ. തീർച്ചയായും. പിന്നെ നെഗറ്റീവ് കമന്റ് നേരത്തെ വേടാന്ന് പറഞ്ഞ് നമ്മൾ പോടാന്ന് പറഞ്ഞ അവിടെ ചിത്രം മാറി. എന്തിന്? രണ്ടാമത് അവര് നമുക്ക് നെഗറ്റീവ് ഇടില്ല. അയാളോട് പറഞ്ഞൊരു കാര്യമില്ല, പിന്നെ അയാൾ കുഴപ്പമില്ലല്ലോ ആ രീതിയിൽ അംഗീകാരം നമുക്ക് വരുന്ന വിശ്വസിക്കുന്ന ആളാണ്. നെഗറ്റീവ് കമന്റ്സുകളെ ഒരു വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു, അതിനുശേഷമല്ലേ ശരിക്കും ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പറഞ്ഞു. തീർച്ചയായും എന്റെ കുറെ സുഹൃത്തുക്കൾ എന്റെ കൂടെ ഉണ്ട്. അവർ പറഞ്ഞു ദാസേട്ടാ നമുക്കൊരു മാസ സാധനങ്ങൾ അതൊക്കെ പിടിച്ചാലോ. അങ്ങനെ താടിയൊന്നും കിട്ടിയത്. ആദ്യം താടി എനിക്കില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ അയ്യപ്പനും കോശി എന്ന മൂവിയിലെ ആ സീക്വൻസ് ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. പിന്നെ ബിജു മേനോനും അതുപോലെ പൃഥ്വിരാജും വരുന്ന സമയത്ത് സാധനം. പിന്നെ മാലിക് സിനിമ, അതിൽ 3-4 സീൻസ് ഞാൻ ചെയ്തു. എനിക്ക് ചക്രത്തിന്റെ ഒരു സാധനം ചെയ്തു. അപ്പൊ എനിക്ക് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ. അയാളെന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. നമ്മുടെ ഫാസിൽ ഖാന്റെ മകൻ ഒരിക്കലും മകൻ എന്ന് പറയുകയാണെങ്കിലും ഒരു പ്രാവശ്യം വന്നു, സിനിമ എടുത്തു, ഗംഭീര പരാജയമായി തിരിച്ചു പോയ ഒരാളാ. പിന്നെ അദ്ദേഹത്തിന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഡയമണ്ട് നെക്ലേസ് അല്ലേ, പിന്നെ 22 ഫീമെയിൽ കോട്ടയം,
പിന്നെ വിനീത് ശ്രീനിവാസൻ, മഹേഷിന്റെ പ്രതികാരം. മഹേഷ് ലെവല് മാറി. ബാംഗ്ലൂർ ഡേയ്സ്, നമ്മളെ പുഷ്പ. അപ്പൊ ആ ഒരു മാറ്റം വരുത്തിയ കഴിയും നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നത് തെളിയിച്ച പ്രതിഭയാണ് ഫഹദ് ഫാസിൽ. തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമുക്ക് ചായ കുടിച്ചിട്ടുള്ള ഇല്ല, തീർച്ചയായും. അപ്പൊ അടിപൊളി. സൂപ്പർ. KCB ജോലി. അതെ. ഇപ്പൊ കോഴിക്കോടാണ്, സാധാരണക്കാരാണ് കൂടുതൽ ആൾക്കാർ. എന്തെങ്കിലും ഒരു ഫോം ഒക്കെ ഒപ്പിടിക്കാൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളടുത്ത് ഒരു അപ്രൂവൽ വാങ്ങാൻ വരുന്ന സമയത്ത്, നിങ്ങൾ മറ്റേ അല്ലേ ആ ഒരു ഇവര് നമുക്കറിയാലോ, അല്ല നിങ്ങൾ മറ്റേ അങ്ങനെ ഒരു സംഭവം. അത് വേറെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ, രസകരമായിട്ടുള്ള ഒരു അനുഭവം. ഞാന് KCB മിനിസ്റ്റീരിയൽ സ്റ്റാഫാണ്. അതായത് സെക്ഷൻ ഓഫീസർ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ലൈൻമാൻ, ഓഫീസർ, സബ് എഞ്ചിനീയർ ആ വിഭാഗത്തിലല്ലേ. ക്ലറിക്കൽ സ്റ്റാഫാണ്. അപ്പൊ ഞാന് മെയിൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടേക്ക് വർക്ക് ചെയ്ത്. സ്വാഭാവിക രീതിയിൽ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഫോമൊക്കെ വാങ്ങാൻ വരുന്ന സമയത്ത് ഇത് ആദ്യ കാലഘട്ടം 2 വർഷം മുമ്പ് ഇതാ ചാടി കളിക്കുന്നത് എങ്ങനെയല്ലേ. ഇവരിങ്ങനെ കുശലം പറയും, എന്താ പേര് വരികയാണെങ്കിൽ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ ചങ്ങയില്ലേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നമുക്കൊരു ഹാപ്പിനെസ് ടു മൈൻഡ്. തീർച്ചയായും അവൻ അങ്ങനെ പറഞ്ഞല്ലോ, നാളെ മുതൽ ഈ പരിപാടി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെനിക്ക് ഊർജാണ്, എനിക്ക് ബൂസ്റ്റാണ് അടുത്ത ചെയ്യാനുള്ള സാധനം. അതെ അതെ. അങ്ങനെ പറഞ്ഞ ആളുകൾ ഇന്ന് ചിലപ്പോ ഓഫീസിൽ വരുമ്പോ ഒരു സെൽഫി, തീർച്ചയായും സെൽഫി നമ്മൾ എടുക്കാറുണ്ട്. ശരി ശരി. അത് ഏത് രീതിയിൽ നമ്മൾ ചെയ്താലും സെൽഫി എടുക്കാൻ ആ ചാടി കളിക്കുന്ന ചെങ്ങായി കൂടുതൽ എടുത്ത് അത് വരുത്താൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പം ബ്രോ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ സെൽഫി എടുക്കാറുണ്ട്. ചോദിക്കും ദാസന്റെ നെക്സ്റ്റ് മൂവി ഏതാണ്, നെക്സ്റ്റ് എന്താ പരിപാടി ചോദിക്കും. അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ അന്ന് അടുത്ത ഏതാണ് സാധനം ചാടാനുള്ളത്, അതിന് പകരം അടുത്ത മൂവി ഏതാണ്, നിങ്ങൾ ഇന്ന ക്യാരക്ടർ പിടിച്ചാൽ നന്നായിരിക്കും, ഇന്ന മൂവിയിലെ ഇന്ന സീക്വൻസ് നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. തീർച്ചയായും എന്നോടൊപ്പം നമ്മളെ ഫഹദ് ഫാസിൽ ബ്രോയുടെ ഇറങ്ങിയ ആവേശം മൂവി താടി എനിക്ക് മേടിക്കാൻ കഴിയില്ല. ഒരു തമിഴ് മൂവിന്റെ ഷൂട്ട് തുടങ്ങാനുണ്ട് നെക്സ്റ്റ് മന്ത്. അതുകൊണ്ട് ഇത് മേടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് താങ്കൾ താടി മേടിച്ചാൽ മാലയൊക്കെ എടുത്തിട്ട് ആവേശത്തിന് തീർച്ചയായും കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ റീൽസ് അല്ല നമുക്ക് പ്രധാനം, സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടന്റ്സ് ഒക്കെ എങ്ങനെയാണ് സ്വയം ഇരുന്ന് ചെയ്യുന്നത് തന്നെയാണോ? പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറെ ബിസിനസ് ഒന്നുമില്ല, ഈ ജോലി എനിക്കുള്ളൂ. കണ്ടന്റ് ക്രിയേഷൻ ആണോ വീട്ടിൽ തോക്കും. ഞാൻ വൈഫിനോട് ചോദിക്കും, മോളത് നന്നായിട്ടുണ്ട്, ചെയ്യാൻ പറ്റുമോ? അത് യൂട്യൂബിൽ കട്ട് ചെയ്തെടുക്കും, ഇത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ സജസ്റ്റ് ചെയ്യും, എടാ സാധനം കിട്ടിയിട്ടുണ്ട്, നാളെ വന്ന് ചെയ്യാം. അങ്ങനെ പറയാം, ഇത് ഓക്കെ ആണോ ബ്രോ? ക്യാമറമാനോട് ക്യാമറമാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറെ ക്യാമറമാൻ എന്റെ കൂടെ ഉണ്ട്. അവര് സജസ്റ്റ് ചെയ്യും, നിങ്ങളെ സജഷൻ പറയൂ. ഒരിക്കലും എന്റെ ആശയം ഞാൻ ഒരിക്കലും അടുത്തേൽപ്പിക്കാൻ ഒരിക്കലും മെനക്കാറില്ല. അപ്പൊ വൈഫിനോട് ചോദിക്കും, അവരോട് ചോദിക്കും, ഓക്കെ കുഴപ്പമില്ല, അത് ഇങ്ങനെ മാറ്റി ഓക്കെ, ആ സജഷൻ നമ്മൾ അംഗീകരിക്കും. എല്ലാ രീതിയിൽ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ റീൽസ് എടുക്കുക, ഷോർട്ട് ഫിലിം എടുക്കുക, എല്ലാ സംഗതിയും. ഒരാളെ അടിച്ചേൽപ്പിക്കൽ ഒരിക്കലല്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ ആ ടീമിന്റെയും കൂടി ഒരു സപ്പോർട്ട് കിട്ടി. തീർച്ചയായും. പിന്നെ അവർ നാളെ എന്നെ വിളിക്കാൻ എന്ത് ചെയ്യും, ദാസനം കോഴിക്കോട് അയാള് നല്ല മനുഷ്യനാണ്, ആളെ വിളിക്കുക. അയാളെ വിളിക്കണ്ട, അയാൾ വെറുതെ കാര്യം പറഞ്ഞു അങ്ങനല്ല. ബ്രോ അപ്പൊ നാളെ ഇനി ഇന്റർവ്യൂവിന് വിളിക്കൂലേ? തീർച്ചയായും ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തായാലും വിളിക്കും. സിനിമ വിശേഷങ്ങൾ, ഒരു നല്ലൊരു സിനിമ ഇറങ്ങാൻ വേണ്ടി പോകുന്നു. കുണ്ടന്നൂരിലെ ആ പേര് കൊണ്ട് തന്നെ ഭയങ്കര ഹിറ്റായി. ആൻഡ് ട്രെയിലർ ഭയങ്കര ഹിറ്റാണ്, ഫസ്റ്റ് സോങ് ഹിറ്റാണ്. എന്താണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു കുണ്ടന്നൂരിലെ കുൽസിത ലഹള. എറണാകുളത്ത് കുണ്ടന്നൂർ എന്ന സ്ഥലമുണ്ട്, എറണാകുളം തൃശ്ശൂർ എറണാകുളം ബോർഡറിൽ. അപ്പൊ എന്താ സംഭവം, എന്താ വരാൻ പോണത്, എന്തെങ്കിലും ചെയ്തു വെച്ചത്? അതായത് ഏകദേശം ഒരു വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അന്ന് അതിന്റെ ഡയറക്ടർ അക്ഷയ് ബ്രോ അപ്പൊ എന്നെ വിളിച്ചു, ഇങ്ങനെ ദാസേട്ടൻ കോഴിക്കോട്, അതെ ഒരു സാധനം ചെയ്യാനുണ്ട് ദാസേട്ടൻ, നല്ലൊരു സാധനമാണ്, ഞാൻ ബ്രോ ചെയ്യാം. ഞങ്ങളെ ഫസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് മൂവിയാണ് PK സ്റ്റോറീസിന്റെ ബാനർ ചെയ്യാ. പുള്ളി വിളിച്ചു, ഞാൻ ആദ്യം അവിടെ പോയി പുള്ളിനെ കണ്ടു. അത്തോളിയിലാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത്. അതില് കുറെ ചെറുപ്പക്കാർ പുതുമുകളായിട്ട് സിനിമയിലുണ്ട്.
പിന്നെ വീണാ നായര്, ആശാമഠത്തില്, പ്രദീപ് ബാലൻ, പിന്നെ പ്രൊഡ്യൂസർമാര് രണ്ടുപേര് നമ്മുടെ ഗൾഫിലുള്ള ആൾക്കാരാണ്. അവരും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമ ഞങ്ങളൊക്കെ നല്ല രീതിയിൽ തീർത്തു ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാനസികമായിട്ട് സിനിമ ചെയ്തതിന് മുകളിൽ ഒരു ഇത് കേറും മോനെ, ഇത് കത്തും മോനെ എന്ന് ഞങ്ങൾക്ക് തോന്നാൻ കാരണം ട്രെയിലർ. ആ സിനിമയിലെ ട്രെയിലർ റിലീസിങ്, അതെ, അതിന്റെ കുടുംബശ്രീയിലെ ഫൈറ്റുകൾ അസാധ്യമായിട്ട് ചേച്ചിമാര് ചെയ്തിട്ടുണ്ട്. അസാധ്യമായിട്ട് സാധാരണ നാട്ടുപുറത്ത് ജീവിക്കുന്ന ചേച്ചിമാരാ. അതിൽ ചേച്ചിമാർ നാളത്തിൽ കണ്ടിരിക്കുന്നത്, അല്ലാതെ ബാക്കി ചേച്ചിമാരൊക്കെ സാധാരണ വീട്ടില് അടുക്കളപ്പണി ചെയ്യുന്ന സാധാരണ ചേച്ചിമാരാ. അപ്പൊ എനിക്ക് തോന്നുന്നു അക്ഷയ് വലിയൊരു റിസ്ക് ആണ് എടുത്തത്. തീർച്ചയായും അയാളെ അംഗീകരിക്കാതിരിക്കും ഒരിക്കലും. അക്ഷയ് നല്ല രീതിയിൽ റിസ്ക് എടുത്തിട്ടുണ്ട്. അക്ഷയന്റെ കുറെ അമ്മ ഉണ്ട്, അക്ഷയന്റെ അമ്മ ഇതിൽ നല്ല ക്യാരക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അക്ഷയന്റെ അമ്മേന്റെ കുറെ ഫ്രണ്ട്സുകളുണ്ട്. അങ്ങനെ ഈ ചേച്ചിമാരൊക്കെ നല്ല രീതിയിൽ മേലും കൈക്ക് അവർക്ക് വേദനെടുത്തിട്ടുണ്ട്. വിജയ് ബാബു സാറ് പോലത്തെ പ്രമുഖമായ നിർമ്മാതാക്കളും നടന്മാരും ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ പല ഫീൽഡ്, ഞാൻ തങ്കമണി ദിലീപേട്ടന്റെ മൂവി ആ സമയത്താണ് ഷൂട്ട് നടന്നത്. അന്ന് എന്നെ സംബന്ധിച്ച ട്രെയിലറിൽ ഞാനുണ്ടല്ലോ, എന്നെ കണ്ട കുറെ ആൾക്ക് ദാസേട്ടാ സാധനം നന്നായിട്ടുണ്ട്. ആരാ ചെയ്തത്? നമ്മുടെ ഇവിടെ കോഴിക്കോട് ചങ്കുകളാണ്, നന്നായിട്ടുണ്ട്. അപ്പൊ കോഴിക്കോട് ചങ്കുകളുടെ ഒരു പടം വരാൻ തീർച്ചയായും. പിന്നെ അത് പക്ക അടിപൊളി മൂവി ആയിരിക്കും, എനിക്ക് വിശ്വാസമുണ്ട്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് പോവാം. ചായ ജിഷ്ണുവേട്ടനും കുടിച്ചോ? കാരണം ജിഷ്ണുവേട്ടനുണ്ട് ഈ ഒരു ടാസ്ക്. എനിക്ക് പണിയുണ്ട്. അയ്യോ, കോഴിക്കോടുകാര് അതിജീവിക്കും. 2000 വെള്ളപ്പൊക്കം അതിജീവിച്ചല്ലേ. കോഴിക്കോടുകാര് ഞാൻ പറയാം, കോഴിക്കോടുകാർക്ക് പ്രത്യേകമുണ്ട്. ഞാൻ എവിടെയോ ആരോ പറഞ്ഞു കേട്ടതാ, നമ്മുടെ കോഴിക്കോട് മറ്റേ കടപ്പുറത്ത് സുനാമി ഉണ്ട് എന്നിട്ട് വലിയ തിര കാണാനൊന്ന് പോയി നോക്കിയ ടീം നമ്മള്. ചെറുതായിട്ട് പോയല്ലോ ദാസേട്ടാ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ പേടിച്ചിട്ടാണ് പഠിത്തം വേറെ രസമായിരിക്കും. അതായത് കൂടെ ഇരിക്കുന്ന കോയങ്കറെ വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ചരിത്രത്തിൽ സന്തോഷം എന്നൊക്കെ പറയണം. നമുക്ക് ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. ഫസ്റ്റ് പറയുന്ന ആൾക്കാണ് പോയിന്റ് പോവാം. കടലിലും കായലിലും ഇല്ലാത്ത വാള. കടലിലും കായലിലും ഇല്ലാത്ത വാള. കടലിലും കായലില്ലാത്ത വാള. നിങ്ങൾ വേറെ സാധനം. വാള വള എന്ന് പറഞ്ഞ മീനാണോ? ചാള എന്നൊക്കെ പറയുമ്പോൾ മീനാണ്. മീനല്ല, ഇത് മീനല്ല. മീൻ എന്താ കടലിലും കായലിലും ഉണ്ടാവില്ലേ? മറ്റേ പൊരുതി തോക്കുന്ന അങ്ങനെ ആദ്യത്തെ പോട്ടെ. സവാള. ചായ ഒന്നുകൂടി പറയാ. കളിക്കാൻ അത് ശരിക്കും ആ വാള എന്ന് പറഞ്ഞ അക്ഷരത്തിലാ പ്രശ്നം. ഉള്ളിന്ന് പറയാം. തൃശ്ശൂർ സവാള. പറഞ്ഞാൽ മതിയല്ലോ. പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല. ഇത് കിട്ടും. പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല. ഞാൻ കരുതിയത് ഏറ്റവും പെട്ടെന്ന് ദാസേട്ട ഇതിനൊക്കെ ആൻസർ ചെയ്യുന്ന. പറയുമ്പോൾ നിറമുണ്ട്. ദാസേട്ട എന്റെ ഒരു നിലവാരത്തിലേക്ക് ഇറങ്ങി വരൂ. നിറമില്ല. ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ? ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? തൃശ്ശൂർ സ്കോർ ചെയ്തിരിക്കുകയാണ്. പച്ചവെള്ളം. പറയുമ്പോൾ നിറമുണ്ട്, പറയുമ്പോൾ നിറമുണ്ട്. സ്കോർ ചെയ്തിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. അതറിയായിരിക്കും. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ചേരയാണോ? കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. വിക്രമാദിത്യന് വേതാളറ്റാണോ? കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഇത് ഓരോ ഉടായിപ്പൊന്നല്ല. ചിന്തിക്കും. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഏണിയൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് തോളിൽ വെച്ചിട്ടാണോ കൊണ്ടുപോവാ? ഒരു എല്ലാ തരത്തിലും ക്ലൂ ഉണ്ട്. അത് ക്ലൂ ഇല്ല. മഴയാണ്, നമുക്ക് ഇത് ഇല്ലാതെ പോകാൻ പറ്റില്ല. കൊട അല്ലേ? ഇത് ഞാനിത് പിടിച്ച തോളില കയറിയ കൊല. കൊട കൈ പിടിക്കല്ലേ? കാല് പിടിച്ചിട്ട് ഇങ്ങനെ തോളത്ത് വെച്ചില്ല പോവാ. അടുത്ത ഒരു പോയിന്റ് വരുന്നു. ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് അക്ഷരം ഏറ്റവും കൂടുതൽ പുക അടിക്കുന്നത്. പുക അടിക്കും.
സിഗരറ്റ് അല്ല, ABCD C സി ABC ആ സി ആണോ? ആ C ആണോ? ആ എന്താണ് കാരണം? സി ആണ് ആൻസർ കറക്റ്റ് ആണ്. Z പുക അടിക്കൂലേ? സിയോ ABC സി ആണോ? ABC സി ആണോ ആൻസർ? C കടലടിക്കുന്നു. C അതന്നെ കടല്. കടല കറക്റ്റ് ആണ്. ആൻസർ എത്തായ പോലെ C ആൻസർ പക്ഷേ ഇത് എന്റെ കയ്യിൽ നിന്ന് പോകുന്ന എനിക്ക് തോന്നുന്നേ സി ആണ്. വന്ന വഴി കാരണം പറയൂ. കടലല്ലേ? പുക പുക അടി പുകയോ? പുക. ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ആൻസർ ആണ്. എന്നാ ഈ ചായ ബിഡി ബിഡിയുടെ ഇടയിലിരിക്കുന്നത് സി ആണ്. ബിഡി വലിക്കില്ലേ അതിന്റെ. ചേട്ടാ ഞാൻ ഞാൻ പുറത്തുണ്ടാവുണ്ണി. കഴിഞ്ഞില്ല ഈ സ്കോർ എനിക്കാണ് കേട്ടോ വന്നത്. കോഴിക്കടൊക്കെ ത്യാഗം ചെയ്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷർട്ടിൽ ചായ വീണാൽ എന്താകും? എന്ത് വീണാല്? ഷർട്ടിൽ ചായ വീണാൽ എന്താകും? നിങ്ങൾ കോഴിക്കോടുകാര് പോരാട്ടാ. ഷർട്ടിൽ ചായ ചായ കറയാവും. ഈ ചായ വെച്ച് നോക്കിയാലോ? കറയാവും. പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക. ദാസേട്ടൻ കോഴിക്കോട് പെട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ചിലപ്പോ വരൂ. ദാസേട്ടൻ ശരിക്കും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വളരെ ചിന്തിക്കണം. ചിന്തിക്കാതല്ല, ശരിക്കും നമ്മളിപ്പോ വളരെ ഫ്രാങ്ക് ആയിട്ട് ഇന്റർവ്യൂ ആണ്. ആദ്യം വരുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞെടുക്കും. ഇന്നത്തെ കാര്യങ്ങളെ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല. ആ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. വേഗം വിട്ട് ഷർട്ടിൽ ചായ വിട്ടുകൊടുത്തേക്കാം. ഞാനേ കഴിഞ്ഞിട്ടില്ല മോനെ, ഇനിയുണ്ടോ? ഇനിയുണ്ട്. മീനുകൾക്ക് പേടിയുള്ള ദിവസം? തിങ്കൾ, ചൊവ്വ, എല്ലാ ദിവസവും മീൻ കഴിക്കുന്ന അങ്ങനെ ദിവസമാണോ അല്ലെങ്കിൽ പിന്നെ ഈ ഇതൊക്കെയാണോ? ആ ദിവസം അല്ല, ഒരു വിശേഷാൽ ദിവസം അങ്ങനെയാണോ? ഓണം, വിഷു, ഒരു ദിവസം ട്രോളിംഗ് ദിവസം, ഫ്രൈഡേ അല്ലേ? ഇന്ത്യ അമ്മ നിങ്ങൾ കാത്ത് ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ എടുത്തോളി. അപ്പൊ രണ്ടാളും കൂടി തൃശ്ശൂരിന് ഒരു നല്ലൊരു ഗൈഡ് തന്നെ. സാംസ്കാരിക നഗരമാണ്, വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ നഗരമാണ്. പ്രത്യേകിച്ച് ഇവിടെ പോയെ ചെറിയ വിദ്യാഭ്യാസം. തൃശ്ശൂര് എന്തൊക്കെ പറയുകയാണെങ്കിലും ഭാഷ കൊണ്ടും അല്ലെ, നമ്മുടെ വടക്കുന്നാഥനും ആ ഒരു വൈബ് നല്ല സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും നടുവിൽ കിടക്കുന്ന സ്ഥലമാണ്. നമ്മളെ സംസ്ഥാനത്തിന്റെ ഏറ്റവും മധ്യഭാഗമാണ് തൃശ്ശൂർ. ഫുഡ് കഴിക്കട്ടെ? കഴിക്കാം. അപ്പം ഫുഡ് പറയാം എന്താണെങ്കിലും. അപ്പം ഒരുമിച്ച് സ്മെല്ലൊക്കെ അടിച്ചിട്ട് ബീഫ് സ്റ്റൂ, ബീഫ് കൊണ്ടാട്ടം, നമ്മുടെ അരച്ചിട്ട പത്തിരി, പിന്നെ കോഴിക്കോടിന്റെ സ്പെഷ്യൽ നൈസ് പത്തിരി. തൃശ്ശൂര് ഫുഡിന്റെ കാര്യത്തില് ഞങ്ങള് അബൂക്കന്റെ ഈ ഹോട്ടൽ സെറ്റാണ്. ഞാൻ വന്നിട്ടുണ്ട്. പൊളിച്ചെടുക്കുക. അബൂ സലീം സാറിന്റെ കൂടെ 2-3 പ്രാവശ്യം ഫുഡ് കഴിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരു സെറ്റൊന്നും ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റും. ഞാൻ പുള്ളിന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത് അറിയാം. അമർ അക്ബർ അല്ലേ പുള്ളിയല്ലേ? അതേപോലെ ഒരു ജിമ്മിൽ ഒരു ട്രെയിനറിന്റെ ഒരു സംഭവം ഉണ്ട്. മറ്റേ വെള്ളം കുടിച്ചിട്ട് കുപ്പി ഗ്ലാസ്, മറ്റേ ഡിസ്പോസബിൾ ഗ്ലാസ് മറ്റേ ചില്ല് ഗ്ലാസ് പൊട്ടിച്ചാന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അമ്മോ, അത് പുള്ളി ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാണല്ലോ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ആ കാര്യത്തിലൂടെ ഫാനായി പോകും. ആവശ്യമുള്ളത് മാത്രം എടുത്ത് വളരെ കൃത്യമായിട്ട് ഒരു ഒന്നുപോലും ഒരു തുണ്ട് ഇതുപോലും വേസ്റ്റ് ഇല്ലാതെ സാർ ഭക്ഷണം കഴിക്കാം. ഞാൻ 2-3 വട്ടം ഞാനത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫുഡിന് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഹോട്ടലിലൂടെ ആകുമ്പോൾ തീർച്ചയായും പിന്നെ പ്രത്യേകത. ഞാൻ അവിടെ വന്നിട്ടുണ്ട്, ഫാമിലിയിൽ വന്നിട്ടുണ്ട്. ഒഫീഷ്യലി എന്റെ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഓഫീസിൽ. ഓക്കെ, ആ സമയത്ത് ദാസന്റെ കോഴിക്കോട് അങ്ങനെ ദാസന്റെ കോഴിക്കോട് എന്നെ വിളിക്കണ്ട, എന്നെ ഷൺമുഖദാസ് ഷൺമുഖാന്ന് വിളിച്ചാൽ മതി. ഒഫീഷ്യലി ഞാനൊരു KCB ഉദ്യോഗസ്ഥനാണ്. ആ ഷൺമുഖ ഏത് ഹോട്ടൽ നീ പറയും? ഞാൻ 1980 പോവാ, അബൂക്കൻ ഹോട്ടലിൽ പോവാ. വന്നു, നല്ല എല്ലാം ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഒക്കെ എടുത്തു ആ യാർഡിന്ന് നല്ല രീതിയിൽ. അതെ അതെ അതെ, അങ്ങനെ നല്ല വൈബുള്ള ഹോട്ടലാണ്. അതേപോലെ എനിക്ക് മറ്റൊരു കാര്യം ചേട്ടാ, ബിഗ് ബോസ് എന്താ പറയാ, ഒരുപാട് ആളുകൾ പോവാനും അങ്ങനെ ഒരുപാട് വിശേഷം അതിനെ കുറിച്ച് പറയാനുണ്ടാവും. എന്താണ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും അതിലേക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ പെട്ടെന്ന് തന്നെ അടുത്തൊരു സീസൺ? ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ഏതൊരു ആളുകൾക്കും എന്നെ, ഞാൻ അത്ര അറിയപ്പെടുന്ന വലിയൊരാളൊന്നുമല്ല, എന്നാലും കുറച്ച് ആൾക്കാർ എന്നെ അറിയാം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ബൂസ്റ്റർ വേദിയാണ് ബിഗ് ബോസ്. അങ്ങനെ വിചാരിക്കണേ.
എനിക്ക് തീർച്ചയായും ആഗ്രഹമുണ്ട്. ദാസേട്ടൻ കോഴിക്കോട് എന്താണോ യഥാർത്ഥ ജീവിതം എന്നുള്ളത് അതേപോലെ തന്നെ അവിടെ ഞാൻ കാണിച്ചു കൊടുക്കും ബിഗ് ബോസിൽ. ജിൻഡോ, സായി, ഈ രണ്ട് വ്യക്തികളെ എനിക്ക് കൂടുതൽ അറിയാം. നേരിട്ട് കണ്ട ആൾക്കാരോട് സംസാരിച്ച് കുറെ പരിചയമുള്ള ആൾക്കാരാണ് ഈ രണ്ട് വ്യക്തികൾ. അതിൽ ജിൻഡോ ആക്ച്വലി എങ്ങനെയാണോ ജിൻഡോ പുറത്തുള്ളത് അതേപോലെ ജിൻഡോ ബിഗ് ബോസിലും. ഒരിക്കലും അയാൾ അഭിനയിച്ചൊന്നേ ഇല്ല, ഒരിക്കലും ഇല്ല. ജിൻഡോ നമ്മുടെ ചങ്കാണ്. ഞാൻ കൊച്ചിയിൽ വരുന്ന സമയത്ത് ജിൻഡോയുടെ കൂടെ കൂടാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ജിൻഡോയുടെ ജിമ്മിൽ കളിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ജിൻഡോ എങ്ങനെയാണോ യഥാർത്ഥ ജീവിതം സെയിം ടു ബിഗ് ബോസ്. ഒരു അവിടെ എന്താ പറയുക സ്വഭാവം സ്വഭാവം ജിൻഡോനില്ല. ബാക്കി കണ്ടസ്റ്റന്റിനെ പറ്റുന്ന ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് ജിൻഡോ കഴിഞ്ഞ സായി വൈൽഡ് എൻട്രിയിട്ട് കൂടെ സായി വന്നത് നമ്മുടെ ചങ്കാണ് സായി. പക്ഷെ ജിൻഡോനെ വിമർശിക്കണം എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിഷ്കളങ്കത്ത് എന്ന് പറഞ്ഞത് ഒരാളെ എന്താ പറയുക ഡീപ്പാക്കാനുള്ള സാധനമല്ല നിഷ്കളങ്കം. അതൊരു ഒരാൾക്കുള്ള അത് ജന്മനുള്ള സാധനമാണ്, നല്ല ക്വാളിറ്റിയാണത്. അത് ഒരിക്കലും അഭിനയമാണ് എന്ന് പറഞ്ഞ് ചെയ്തെനിക്ക് യോജിപ്പില്ല. മനസ്സിലായില്ലേ? ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാണിച്ചിട്ടുണ്ട് മോശം. പക്ഷെ എല്ലാവരും ഞാൻ പരിചയമില്ല, അവിടെ വന്ന ശേഷമാണ് ആൾക്കാർ പരിചയം. ജിൻഡോ നമ്മളെ ചങ്കാണ്. ബിഗ് ബോസ് സീസൺ 7ലേക്ക് ഞാൻ വരുന്ന എന്റെ പ്രതീക്ഷ. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ പാട്ട് വേണം, ഡാൻസ് വേണം, ഒക്കെ ഉണ്ടാവും, അഭിനയം വേണം, ഗെയിം. സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ട് ഏകദേശം ഒരു 8-10 വർഷമായിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് റീൽസ് പോലെ സംഗതി തുടക്കത്തിൽ വന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എന്നെ ബിഗ് ബോസിൽ വിളിച്ചാൽ തീർച്ചയായും പോകും. എന്നുവെച്ചാൽ ഞാൻ പോകും, എന്റെ യഥാർത്ഥ സംഗതി അവിടെ ഞാൻ കാണിക്കും. എന്താണ് ദാസേട്ടൻ കോഴിക്കോട്, എന്താണ് ആളുടെ വ്യക്തിത്വം, അത് അവിടെ ഞാൻ കാണിക്കും. അതെനിക്ക് യാതൊരു മടിയില്ല. മനസ്സിലായി? പോരാടുന്നവരോട് നമ്മൾ പോരാടും അല്ലേ? ഏത് ലെവലിലും ഞാൻ കാണിക്കും. വിളിക്കേണ്ടത് ഏഷ്യാനെറ്റാണ്, അവരെ പോലത്തെ ആൾക്കാരാണ്. തീർച്ചയായും വിളിച്ചാൽ പോകും. നമ്മളെ പെർഫോമൻസ് അവിടെ കാണിക്കും. പൊളിച്ചെടുക്കാം. നമ്മുടെ ഈ കലാകാരന്മാരുടെ ഇടയിൽ പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഇവര് അല്ലെങ്കിൽ വിവാദങ്ങളും സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മുടെ ആസിഫ് അലി ഒരു വിഷയം, ഒരു പുരസ്കാര ചടങ്ങിൽ ഉണ്ടായ ഒരു വിഷയം, എന്താ ദാസേട്ടനായിട്ടൊരു ആസിഫ് അലി എന്ന വ്യക്തി മലയാള സിനിമ ഇൻഡസ്ട്രി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് വന്ന ആളാണ്, പടവെട്ടി വന്ന ആളാണ്. അയാൾക്ക് അങ്ങനെ ഒരു ഞാൻ അറിഞ്ഞു കേട്ടതാണ്. പുള്ളി കഷ്ടപ്പെട്ട് അങ്ങനെ വന്ന ഒരാളാണ് പുള്ളി. അപ്പം ആ ഒരു നിലപാട് അവിടെ വേറൊരു എനിബഡി ഏത് സെലിബ്രിറ്റി ആണെങ്കിലും അവരുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവിടെ പൊട്ടിത്തെറിക്കും. പക്ഷെ അവിടെ അയാൾ ചിരി കൊണ്ട് അല്ലേ, ആ വീഡിയോ പല ആംഗിളും ഞാൻ കണ്ടതാണ്, ബാക്ക് ഫ്രണ്ട് ഒക്കെ കണ്ടതാണ്. ചിരി കൊണ്ട് ആ മനുഷ്യൻ അവിടെ അല്ലേ, ആ ഒരു ചിരി കൊണ്ട് അയാളൊരു ചമ്മൽ വന്നിട്ടില്ല എന്ന് പറയും. പക്ഷെ ആ ചിരി കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തോടെ ഇരുന്നു. വേറെ ആരെയും കാണിക്കുക, വേറെ ആളെ പൊട്ടി ഞാൻ പോവാണ്. പക്ഷെ അയാളവിടെ അതാണ് അയാളെ പെർഫോമൻസ്. തീർച്ചയായും. പിന്നെ പക്ഷെ അത് നമ്മളെ രമേഷ് നാരായണൻ സാറിന് തന്നെ വിളിക്കുക. അദ്ദേഹം അത്രയും കൂടുതൽ സംഗീത ലോകത്ത് സംഭാവന നൽകിയ ആളാണ്. പക്ഷെ അത് അത്രയ്ക്ക് ഫീൽ ആ ആസിഫ് അലിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനോട് ഞാൻ അപ്പം തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ. പക്ഷെ അത് എത്ര വിഷമം അയാൾക്ക് ഉണ്ടായ പോലെ തന്നെ അയാളെ സ്നേഹിക്കുന്ന ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് വിഷമം ഉണ്ടായിരിക്കും. അത് അല്ലേ ഇപ്പൊ നമ്മളോടൊപ്പം ഇത്രയും നേരം ദാസേട്ടൻ ചെലവഴിച്ചു. ഇപ്പൊ പല ഇന്റർവ്യൂസും ദാസേട്ടൻ കാണുന്നുണ്ടാവും, അതില് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറെ ഇന്റർവ്യൂസ് കൊടുക്കുന്ന ദാസേട്ടൻ ഇപ്പൊ റീച്ചിന് വേണ്ടിട്ട് എന്തും ചോദിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ കണ്ടിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ഇന്റർവ്യൂ സെക്ഷനെ കുറിച്ചിട്ട് എന്താ ഞങ്ങളോട് പറയാനുള്ളത്? നിങ്ങളെ എന്നെ വിളിച്ചു, ഞാൻ വന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ സംബന്ധിച്ച് നമ്മൾ കാരണം കൊണ്ട് ഒരാൾക്ക് ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ മാക്സിമം ഹാപ്പി എന്നാണ്. തീർച്ചയായും നിങ്ങൾ വന്നു, നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ പറ്റി, ഭക്ഷണം കഴിക്കാൻ പറ്റി, നമ്മൾ 1980 വരാൻ പറ്റി അല്ലേ, കോഴിക്കോട് വൈബിൽ പങ്കെടുക്കാൻ പറ്റി. പിന്നെ പൊളിക്കാ പൊളിച്ചു. കോഴിക്കോട് നല്ല ഫുഡും നല്ല വൈബും, ഇത് തീർക്കണം, കുറച്ച് പണിയുണ്ട്, നല്ല വൈബും ഒക്കെ ആയിട്ട് ഈ ഒരു ഇന്റർവ്യൂ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ദാസേട്ടന് ഞങ്ങളുടെ പ്രേക്ഷകരോട്
ലാസ്റ്റ് എന്താ പറയാനുള്ളത്? ചങ്കള് ഞാനും എന്താ പറയാ ഇങ്ങനെ വരാൻ ആഗ്രഹിച്ച ആളല്ല, പക്ഷെ ഇവിടെ എത്തിപ്പെട്ട ഒരാളാണ്. ഇനി എൻ്റെ ലക്ഷ്യം സിനിമ ഇൻഡസ്ട്രിയാണ്. ഞാൻ തീർച്ചയായും ഒറ്റയ്ക്ക് പടപെട്ടി ഞാൻ മുന്നോട്ട് പോകും. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. പൊളിക്കാൻ ചങ്കള്. ഓക്കെ.